14 അധ്യായത്തിന്റെ 14 തൊട്ടുള്ള വാക്യമാണ് പുതിയ നിയമത്തിൽ 260 പേജ്. ബൈബിളിലെ അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 14 തുടങ്ങിയുള്ള വാക്യങ്ങൾ. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന്റെ സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായിരിക്കുന്ന കണ്ടു. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു, മേഘത്തിന്മേൽ ഇരിക്കുന്നവരോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു, അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ടു, മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരിക്കുന്നവനോട് ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കാൻ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച മുന്തിരിയുള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു, ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മരിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളുകളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. പത്മോസിൽ നാടുകടത്തപ്പെട്ട യോഹന്നാന് ഭാവിയോടുള്ള ബന്ധത്തിൽ മേലാൽ സംഭവിക്കാനുള്ളത് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഈ ഭാഗത്തില് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിന് മഹത്വ പ്രത്യക്ഷത, ഈ ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുക്കുവാൻ കർത്താവ് മടങ്ങി വരുന്നതിന് അല്പം മുമ്പ് ഈ ലോകത്തിൽ നടക്കുന്ന 2 വലിയ സംഭവങ്ങൾ അതിവിടെ രൂപകാലങ്കാരത്തിൽ സിമ്പിൾസ് ആയിട്ട് 2 കൊയ്ത്തിനോടുള്ള ബന്ധത്തിൽ അതിനെ ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. 14 തൊട്ട് 16 വരെയുള്ള വാക്യത്തിൽ ആദ്യത്തെ കൊയ്ത്തും 17 തൊട്ട് 20 വരെയുള്ള വാക്യത്തിൽ രണ്ടാമത്തെ കൊയ്ത്തും. ആദ്യം പറഞ്ഞ 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ ആ കൊയ്ത്തിന് മനുഷ്യപുത്രനാണ് നേതൃത്വം കൊടുക്കുന്നത്. രണ്ടാമത്തെ കൊയ്ത്തിന് അവിടെ മനുഷ്യപുത്രനല്ല, ഒരു ദൂതനാണ് ആ കാര്യത്തിന്റെ ചുമതല നിർവഹിക്കുന്നത്. ഇത് രണ്ടും എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചാൽ, മനുഷ്യപുത്രന്റെ കൊയ്ത്ത് നമ്മൾ 14 തൊട്ട് 16 വരെ വായിക്കുമ്പോൾ ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കാൻ കൊയ്ത് പാണ്ഡികശാലയിൽ കൂട്ടേണ്ടത് ശേഖരിക്കുന്ന ചിത്രമാണ്. നമുക്കതെന്താണെന്നുള്ളത് ചിന്തിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭാഗം അവിടെ വായിക്കുന്നുണ്ട്, ഭൂമിയുടെ മുന്തിരിങ്ങ പഴുത്തിരിക്കുകയാണ്. അത് വലിയ ന്യായവിധിയുടെ ഒരു ചിത്രമായിട്ട് കാണാൻ സാധിക്കുന്നു. ആദ്യത്തെ വാക്യത്തിലേക്ക് 14 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 14 തൊട്ട് 16 വരെ റീപ്പിംഗ് ഓഫ് വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പിന്റെ കൊയ്ത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് 14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായിരിക്കുന്ന കണ്ടു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ഡിസ്ക്രിപ്ഷനാണ് മേഘത്തിൽ മടങ്ങി വരുന്ന കർത്താവായ യേശുക്രിസ്തു. വെളിപ്പാട് പുസ്തകം 1:7 യോഹന്നാൻ പറയുന്നുണ്ട്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അപ്പോസ്തലപ്രവൃത്തി 1 അധ്യായത്തിന്റെ 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത്, ഒലിമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, ഒരു മേഘം എന്നവനെ മൂടി. അവിടെ പ്രത്യക്ഷപ്പെട്ട ദൂതന്മാർ പറയുന്നു, അവൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു, അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും എന്ന് പറയുകയുണ്ടായി. അവൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു, മേഘങ്ങളിൽ അവൻ മടങ്ങി വരും. വെളിപ്പാട് 1:7 യോഹന്നാൻ അത് കാണുന്നു, ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി വരുന്നു. കർത്താവ് മടങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും മേഘാരൂഢനായി അവൻ മടങ്ങി വരും. ഇവിടെ യോഹന്നാൻ കാണുന്ന കാഴ്ചയും അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മേഘത്തിന്മേൽ മനുഷ്യപുത്രന്റെ സദൃശനായ ഒരുത്തൻ വരുന്നു. ദാനിയേലും ഈ ദർശനം കാണുന്നുണ്ട്. ദാനിയേൽ 7 അധ്യായത്തിന്റെ 13-14 വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോട് വരുന്നത് ഞാൻ കണ്ടു. പഴയ നിയമത്തിലും ദൈവത്തിന്റെ ദാസനായ ദാനിയേലിന് ദൈവം ആ വെളിപ്പാട് കൊടുത്തു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അപ്പോൾ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്, മടങ്ങിവരവാണ്, ഈ ലോകത്തിൽ രാജ്യത്വം ഏറ്റെടുക്കാനായിട്ട് വരുന്ന വരവാണ്. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ കർത്താവിന്റെ രഹസ്യവരവ് മധ്യാകാശത്തിൽ വന്ന് തനിക്കുള്ള ജനത്തെ ചേർത്ത ശേഷം 7 വർഷം കൂടെയെങ്കിലും കഴിഞ്ഞിട്ട് ഈ ലോകത്തിന്റെ അധിപനായി ഭരണമേറ്റെടുക്കുവാൻ മടങ്ങി വരുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഒരു വാക്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ രണ്ടാം വരവിനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുമ്പോൾ നമ്മളിപ്പോൾ വായിച്ചു, മനുഷ്യപുത്രനോട് എന്നുള്ള പദം ആവർത്തിച്ച് പറയുന്നുണ്ട്. ദാനിയേൽ 7:13-14 രാത്രി ദർശനങ്ങളിൽ ഞാൻ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തനെ കണ്ടു. ഇവിടെ നമ്മൾ വായിക്കുമ്പോഴും മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ കണ്ടു. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ദൈവദാസന്മാർ ഇങ്ങനെ പറഞ്ഞു, പുതിയ നിയമത്തിൽ മനുഷ്യപുത്രൻ എന്ന പദം 88 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ മനുഷ്യപുത്രൻ എന്ന പദം 88 പ്രാവശ്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വായിച്ച വെളിപ്പാട് 14:14 88ാമത്തെ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. ആ സംഖ്യ ഒരു ശ്രദ്ധേയമായ സംഖ്യയാണ്.
8 വചനത്തിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം പുനരുത്ഥാനത്തിന്റെ സംഖ്യയാണ്. വചനത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഒറ്റയ്ക്ക് 8 പേരുടെ പുനരുത്ഥാനം കഴിഞ്ഞതായി, ഉയിർപ്പ് നടന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം ദിവസമാണ് പരിച്ഛേദന ഏൽക്കുന്നത്. 8-ാം ദിവസം കുഷ്ഠരോഗികളുടെ ഒരു ശുദ്ധീകരണ ദിവസമാണ്. 8-ന് വളരെ പ്രാധാന്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞിട്ട് 8-ാം ദിവസം ഒരു പുതിയ തുടക്കത്തെ കാണിക്കുന്നു. പുനരുത്ഥാനത്തിന്റെ സംഖ്യയാണ്, ഒരു പുതുമയുടെ സംഖ്യയാണ്. ഇവിടെ 88-ാമത്തെ പ്രാവശ്യവും മനുഷ്യപുത്രനോട് സദൃശനായവൻ എന്ന് രേഖപ്പെടുത്തുമ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ ഒരു പുതിയ തുടക്കം ആരംഭിക്കുവാൻ, അവന്റെ രാജ്യം സ്ഥാപിക്കുവാൻ മടങ്ങി വരുമ്പോൾ ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയ വചനത്തിൽ ആ സംഖ്യകളുടെ പ്രയോഗവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വർണ്ണനയിലെ പിന്നെ നമ്മളിവിടെ കാണുന്നത് അവന്റെ തലയിൽ പൊൻകിരീടം കണ്ടു. തലയിൽ പൊൻകിരീടം. സങ്കീർത്തനങ്ങൾ 21-ന്റെ 3-ാം വാക്യം നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 21-ന്റെ 3-ാം വാക്യം. Psalms 21:3. കർത്താവിന്റെ ശിരസിൽ കിരീടം അവൻ മടങ്ങി വരുമ്പോൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. 21-ന്റെ 3-ാം വാക്യത്തിൽ നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്കക്കിരീടത്തെ അവന്റെ തലയിൽ വെക്കുന്നു. തങ്കക്കിരീടത്തെ രാജാവിന്റെ ശിരസിൽ വെക്കുന്നു. മാത്രമല്ല വെളിപാട് ദിവസം 19-ന്റെ 12-ാം വാക്യത്തില് മടങ്ങി വരുന്ന കർത്താവിന്റെ തലയിൽ അനേക രാജമുടികൾ, there are many crowns on his head. കർത്താവിന്റെ ശിരസിൽ അനേക കിരീടം വെച്ചുകൊണ്ട് വരുന്നു. എന്നാൽ കർത്താവിന്റെ ശിരസിൽ കിരീടം വെക്കുന്നത് പറയുമ്പോൾ ആ പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയുടെ വാക്ക് ഡിയാഡം അല്ലെങ്കിൽ രാജകീയ കിരീടമാണ്. എന്നാൽ ഇവിടെ കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കാൻ മടങ്ങി വരുമ്പോൾ അവന്റെ മനുഷ്യപുത്രന്റെ തലയിലെ പൊൻകിരീടം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡിയാഡം അല്ലെങ്കിൽ രാജകീയ കിരീടമല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വേദപണ്ഡിതർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു സ്റ്റെഫാനോസ് എന്ന വാക്കാണ്. സ്റ്റെഫാനോസ്. പുതിയ നിയമത്തിൽ കിരീടങ്ങൾക്ക് 2 പദമുണ്ട്, ഡിയാഡവും സ്റ്റെഫാനോസും. ഒന്ന് രാജകീയ കിരീടവും മറ്റൊന്ന് വിജയാളിയുടെ കിരീടവുമാണ്. കർത്താവിന്റെ ഇവിടെ ശിരസിൽ വെച്ചിരിക്കുന്നത് വിജയാളിയുടെ കിരീടമാണ്, സ്റ്റെഫാനോസ്. എന്താണ് അതിന്റെ കാരണം? വലിയൊരു പോരാട്ടം. കഴിഞ്ഞ 6000 വർഷം പൈശാചികൻ ഈ ലോകത്തിന്റെ അധിപനായി മാറി. വലിയ പോരാട്ടം. താൻ മരിക്കേണ്ടി വന്ന ഈ ലോകത്തിൽ താൻ വിജയാളിയായി പൈശാചികനെ ജയിച്ചുകൊണ്ട്, മരണത്തെ ജയിച്ചുകൊണ്ട് ഒരു പുതിയ ലോകം ഇവിടെ സ്ഥാപിക്കുവാൻ മടങ്ങി വരുമ്പോൾ അവനെ വർണ്ണിച്ചിരിക്കുന്ന വർണ്ണനയിൽ അവന്റെ ശിരസിൽ വിജയാളിയുടെ കിരീടമാണ്, സ്റ്റെഫാനോസ്. അവൻ ജയിച്ചുകൊണ്ട് മടങ്ങി വരുന്ന ചിത്രം ഇവിടെ വായിക്കുന്നു. ഇത് മനോഹരമായ ഒരു പഠനമാണ് എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് സാധിക്കും. മാത്രമല്ല അവന്റെ കയ്യിൽ മൂർച്ചയുള്ള അരിവാളുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് പഴയ നിയമത്തോടുള്ള ബന്ധത്തിലും ഈ കിരീടത്തോടുള്ള ബന്ധത്തിൽ ചില പഠനങ്ങളുണ്ട്. നമ്മൾ ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ പോയ സമയങ്ങളിൽ, അതായത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എസ്രയുടെ പുസ്തകം, നെഹമ്യാവിന്റെ പുസ്തകം, ദാനിയേലിന്റെ പുസ്തകത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ ദൈവത്തെ അഭിസംബോധന ചെയ്ത് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഗോഡ് ഓഫ് ഹെവൻ. കാരണം ഈ ലോകത്തിന്റെ അധിപൻ സാത്താനാണ്. എന്നാൽ ദൈവജനം ഒരു സ്ഥലം സൂക്ഷിച്ചു വെച്ചപ്പോൾ, ദൈവത്തിനു വേണ്ടി കാത്തു സൂക്ഷിച്ചപ്പോൾ അത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവം എന്ന് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14:19-23 ഈ വാക്യങ്ങൾ അതുണ്ട്. നെഹമ്യ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലുണ്ട്. ഈ വ്യത്യാസം, സ്വർഗത്തിലെ ദൈവമെന്നും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമെന്നും പറയുന്നത് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ കർത്താവ് ഭൂമിയുടെ അധിപനായി മടങ്ങി വരുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി വിജയാളിയുടെ കിരീടം ധരിച്ചുകൊണ്ട് അവൻ മടങ്ങി വരികയാണ്. എന്നാൽ അവന്റെ കയ്യിലെ മൂർച്ചയുള്ള ഒരു അരിവാളുണ്ട്. അരിവാൾ എന്തിനാണെന്ന് അവിടെ രേഖപ്പെടുത്തി? കൊയ്യുവാനാണ്. കൊയ്ത്തിന് സമയം വന്നു കഴിഞ്ഞു. ആ വാക്യം നോക്കിക്കാട്ടെ. ഇവിടെ വായിക്കുന്നത് അവന്റെ കയ്യിൽ മൂർച്ചയുള്ള അരിവാൾ ഇരിക്കുന്നത് കണ്ടു. പിന്നീട് നമ്മൾ വായിക്കുന്നു, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക. കൊയ്ത്തിന് സമയം വന്നു. കൊയ്ത്തിന് സമയം വന്നു. നമുക്ക് ആ പദം ഒന്ന് ശ്രദ്ധിക്കാം. കൊയ്ത്തിന് സമയം വന്നു. കർത്താവ് പറഞ്ഞ ഉപമയിൽ നമ്മൾ എടുത്താലും ഈ കാര്യം നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം നോക്കാം. മാത്യു ചാപ്റ്റർ 13, മത്തായി 13-ലെ 24-ാമത്തെ വാക്യം. 24-ാമത്തെ വാക്യത്തില് അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞത്, സ്വർഗരാജ്യം മനുഷ്യപുത്രൻ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശം. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോയി കളഞ്ഞു. നമ്മൾ ഈ വാക്യം, നമുക്ക് ഈ ഭാഗങ്ങൾ അറിയാം. ദൈവത്തിന്റെ പ്രവർത്തനത്തോട് ചേർത്ത് സാത്താനും പ്രവർത്തിച്ചു. ആ കളയും വളർന്നു. ഇത് രണ്ടും കൂടെ വളർന്നു. അത് പറിച്ചു കളയട്ടെ എന്ന് ദാസന്മാർ പറഞ്ഞപ്പോൾ കൊയ്ത്തു വരെ അത് വളരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ 30-ാം വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നു, കൊയ്ത്തുകാലത്ത് അവൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടുവീൻ. കൊയ്ത്തുകാരോട് അവൻ ആവശ്യപ്പെടുകയാണ് കള പറിച്ചു കൂട്ടുവാൻ. അപ്പൊ കൊയ്ത്തിന് സമയം വന്നു എന്നുള്ളത് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14:15 നമ്മൾ വായിക്കുന്നതാണ് കൊയ്ത്തിന് സമയം വന്നു. അതായത് കർത്താവായ യേശുക്രിസ്തു മനുഷ്യന്റെ ചരിത്രത്തിൽ ഇടപെട്ട് കോതമ്പും കളയും കൂടെ വളർന്നു വരുന്ന ഈ വയലിൽ നിന്ന്
കോതമ്പിനെ കൊയ്തെടുത്ത് തന്റെ പാണ്ടികശാലയിലേക്ക് മാറ്റുന്നതിന്റെ ഒരു കാരണം വചനത്തിൽ വെളിപ്പെടുത്തി. അത് വിളഞ്ഞ് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് റൈറ്റ് ഫോർ റിപ്പിംഗ്. വളരെ പാകമായി മാറിക്കഴിഞ്ഞു. അത് പാകമായി മാറുമ്പോൾ നമ്മൾ വചനം ശ്രദ്ധിച്ചാൽ അറിയാം, കെട്ടുകെട്ടുകളായി അവ വാസ്തവത്തിൽ അങ്ങനെ മാറ്റുന്ന ഒരു സെപ്പറേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭൂമിയിൽ അങ്ങനെ പല സെപ്പറേഷൻ നടക്കും. ഈ ലോകം ഇന്ന് ദുഷ്ടത കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കുക, 15-ാം വാക്യം വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്കത് മനസ്സിലാകുന്നത്. കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. കൊയ്ത്തിന് സമയം വന്നുപോയി. അതിന്റെ കാരണം പറയുന്നുണ്ട്, ഇറ്റ് വാസ് ഡ്രൈഡ് ഓർ ഓവർ ഡ്യൂ ഫോർ റീപ്പിംഗ്. അത് കൊയ്യുവാനായിട്ട് വളരെ സമയം കടന്നുപോയി. വീണ്ടും ശ്രദ്ധിച്ചു നോക്കുക, പഴയ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നതൊക്കെ ഈ വിധത്തിൽ ഓവർ റൈപ്പ് ആവുമ്പോഴാണ്. അവന് ദീർഘക്ഷമ മനുഷ്യനോട് അവന് ക്ഷമിക്കാവുന്നിടത്തോളം അവൻ ക്ഷമിക്കും. നോഹയുടെ കാലത്ത് അവൻ ദീർഘമായി അവരോട് ക്ഷമിച്ചു. ദുഷ്ടത വളരെ വർദ്ധിച്ചു. ആ ദുഷ്ടത വളർന്ന് ഓവർ റൈപ്പ് ആയപ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവജനം വസിക്കുകയാണ്. നോഹയും കുടുംബവും അവർക്ക് ജീവിപ്പാൻ ബുദ്ധിമുട്ടാണ്. ലോത്തിന്റെ കാലത്ത് നോക്കുക, നീതിമാനായ ലോത്തിനെ കുറിച്ച് വായിക്കുന്നു. അവന്റെ ഹൃദയം നൊന്തു തുടങ്ങി. അവിടെ ദുഷ്ടത ഓവർ റൈപ്പായി. ദൈവം ഇടപെട്ടു, ന്യായവിധി നടന്നു. ഇന്ന് ലോകത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളുകൾ കഴിയുന്തോറും ദുഷ്ടത വളർന്നുകൊണ്ടിരിക്കുക. ഈ ദുഷ്ടത വർദ്ധിക്കും, ഒരിക്കലും ഇത് കുറയില്ല. രാഷ്ട്രീയ മണ്ഡലം തുടങ്ങി ലോകത്തിന്റെ ഏത് മണ്ഡലം എടുത്താലും കറപ്ഷനും വയലൻസും ദുഷ്ടതയും അസാൻമാർഗികത്വവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം മൗനമായിരിക്കുന്നു. ദൈവം മൗനമായിരിക്കുമ്പോൾ ചരിത്രത്തിൽ ഏർപ്പെടില്ല എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവത്തിനറിയാം എപ്പോഴാണ് ഇത് ഓവർ റൈപ്പ് ആകുന്നത്. യോവേലിന്റെ പ്രവചനം ഒന്ന് ശ്രദ്ധിക്കാം, 3-ാം അധ്യായം. ഇത് തന്നെ അവിടെ പറയുന്നുണ്ട്. യോവേൽ പ്രവചനം പഴയ നിയമഭാഗത്താണ്, എടുക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ എടുക്കണമെന്നില്ല. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതേ സത്യം പഴയ നിയമത്തിലും ദൈവിക പ്രമാണത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അരിവാളിടുവീൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവിൻ, ചക്ക നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു, അവരുടെ ദുഷ്ടത വലിയതല്ലോ. വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹം കാണുന്നു, വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചു ദ ഡേ ഓഫ് ദ ലോർഡ്. ഇന്ന് ഇറ്റ് ഈസ് ദ ഡേ ഓഫ് മാൻ. ഇന്ന് മനുഷ്യന്റെ ദിവസമാണ്. മനുഷ്യന്റെ ദുഷ്ടതയും ഭരണവും അവന്റെ സകല പ്രവണതകളും വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ ഭരിക്കുന്ന ഈ ദിവസത്തിൽ ദൈവം ഇടപെടുന്നില്ല. പക്ഷെ ദൈവം ചരിത്രത്തിൽ ഇടപെടും. ഇടപെടുന്ന ദിവസത്തിനാണ് ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. ന്യായവിധിയോടുകൂടെ ദൈവം ഇടപെടും. ഇവിടെ നമ്മളതാ വായിക്കുന്നത്, അത് കൊയ്ത്തിന് സമയമായി, അരിവാളിട്ട് കൊയ്യുക. കാരണം എന്നാ? അവരുടെ ദുഷ്ടത വലുതാണ്. ദുഷ്ടത വലുതാണ്. അരിവാളിട്ട് കൊയ്യുക. എന്നാൽ ഓവർ റൈപ്പായി. ഇന്ന് രാത്രി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ലോകത്തെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദുഷ്ടതയും മ്ലേച്ഛതകളും അതുപോലെ സകലവിധമായ മ്ലേച്ഛതകളും ലോകവ്യാപകമായി വർദ്ധിച്ചുകൊണ്ട് ദൈവിക പ്രമാണങ്ങൾ ശിഥിലീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. കുടുംബങ്ങൾ ശിഥിലീകരിക്കുന്നു, അസാൻമാർഗികം വർദ്ധിക്കുന്നു. ഇതെല്ലാം വർദ്ധിക്കുമ്പോൾ ദൈവം മൗനമായിരിക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നു ദൈവം ഇന്റർവീൻ ചെയ്യില്ല എന്ന് ചിന്തിക്കും. എന്നാൽ ദൈവത്തിനറിയാം വെൻ ഇറ്റ് ഈസ് ഓവർ ഡ്യൂ. അത് ഓവർ ഡ്യൂ ആവുമ്പോൾ അവൻ അവിടെ നിന്ന് തന്റെ ജനത്തെ മാറ്റും. ആദ്യം നമ്മളെ മാറ്റും, അവന്റെ സന്നിധിയിലോട്ട് നമ്മളെ മാറ്റും. അതിന്റെ ശേഷം ഈ ഭൂമിയിൽ പീഡനകാലം നടക്കുകയാണ്. ഈ പീഡനകാലത്തിലും ദൈവത്തിന്റെ വലിയ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഈ വലിയ ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെയും ദുഷ്ടന്മാർ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് മാനസാന്തരപ്പെടാതെ അവർ മുന്നോട്ട് പോകും. നോക്കിയാൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 1-2 വാക്യം നോക്കാം. അന്നും ദൈവം കരുണയുടെ വലിയ കരുതലാണ്. ദൈവസഭ മാറ്റപ്പെട്ട ശേഷം ഈ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും ശക്തമായ ദൈവത്തിന്റെ സാക്ഷ്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ അന്നും മനുഷ്യൻ മാനസാന്തരപ്പെടാതിരിക്കുന്നു. 9:20 വാക്യം, ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാതെ പൊന്നും വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കി. 16:9. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തു ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. പീഡന കാലഘട്ടത്തിലും ദൈവിക പ്രവർത്തനം നടക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ അവർ മാനസാന്തരപ്പെടുന്നില്ല. ഒരു കൂട്ടം ആളുകൾ രക്ഷിക്കപ്പെട്ടവരായിട്ട് ഇവിടെയുണ്ട്. വലിയൊരു സമൂഹം കൊല്ലപ്പെടുന്നു. എന്നാൽ അവരുടെ മധ്യത്തിൽ ജീവിക്കുന്ന ദൈവജനം അവന്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ അവൻ സുരക്ഷിതത്വം കൊടുക്കുവാൻ കർത്താവ് ചരിത്രത്തിലെ ഇടപെടുന്ന സംഭവമാണ് ഇവിടെ വായിക്കുന്നത്. ആദ്യം നമ്മളെ ഇവിടെ നിന്ന് മാറ്റും. കർത്താവിന്റെ പാണ്ഡികശാലയിലേക്ക് നമ്മളെ മാറ്റും. അത് റാപ്ചർ അല്ലെങ്കിൽ ഉത്പ്രാവണമാണ്. അതിനുശേഷം ഭൂമിയിൽ നടക്കുന്ന കൊയ്ത്തിനെ കുറിച്ചും നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു. അത് മനുഷ്യപുത്രൻ തന്നെ, അവൻ തന്നെ വാസ്തവത്തിൽ അതിന്റെ ചുമതല ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മൾ
മത്തായി 3:12 വായിച്ചിട്ട് ആ ഭാഗം നമുക്കൊന്ന് വിടാം. മത്തായി 3:12 ഈ സെപ്പറേഷൻ കർത്താവ് തന്നെയാണ് നടത്തുന്നതെന്ന് അവന്റെ ജനന സമയത്ത് തന്നെ അത് പ്രഘോഷിക്കപ്പെട്ട കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം വാക്യം, മാത്യു ചാപ്റ്റർ 3:12. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുറയിൽ കൂട്ടിവെക്കുകയും കതിർകടാത്തതിയിലിട്ട് കളയുകയും ചെയ്യും. നോക്കുക, അവിടെ ഒരു സെപ്പറേഷൻ, അവിടെ റീപ്പിംഗ്. അവൻ ഗോതമ്പിനെ കൊയ്ത് അവന്റെ പാണ്ഡ്യശാലയിൽ കൂട്ടുമ്പോൾ വാസ്തവത്തിൽ ജീവനില്ലാത്ത പതിരുകളെ കെടാത്തതിയിലേക്ക് മാറ്റിക്കളയുന്നു. എന്നാൽ അവിടെ വായിക്കുന്നുണ്ട്, അവൻ തന്നെയാണ് അത് ചെയ്യുന്നത്. രൂത്തിന്റെ പുസ്തകം 3:2 മനോഹരമായിട്ട് അത് കാണുന്നുണ്ട്. നെടിലിൽ രൂത്തിന്റെ പുസ്തകം 3:2. അതായത് ബോവസ് വലിയ ധനികനായ ഒരു മനുഷ്യനാണ്, അനേക ദാസന്മാർ അവിടെ ഉണ്ട്. എന്നാൽ അവൻ ഇന്ന് രാത്രിയിൽ യവം തൂറ്റുന്നു, അല്ലെങ്കിൽ അവൻ പാറ്റുന്നു എന്നുള്ളത് പറയുന്നു. അതായത് ബോവസ് തനിയെയാണ് അവിടെ അത് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. രൂത്തിന്റെ പുസ്തകം 3-ാം വാക്യം. അത് കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്ന ഇതിന്റെ നിഴലായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. രൂത്തിന്റെ പുസ്തകം 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ ചേർന്നിരിക്കുന്ന ബാല്യക്കാരത്തികളോട് യജമാനോട് ബോസ് നമ്മുടെ ചർച്ചക്കാരനല്ലോ, അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം തൂറ്റുന്നു. അവൻ ഇന്ന് രാത്രി കളത്തിൽ യവൻ തൂറ്റുന്നു. എത്ര മനോഹരമായ ഭാഗങ്ങൾ അതൊക്കെ. ആ ബോവസ് തന്നെ കളത്തെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അവിടെ രൂത്തിനോടുള്ള ബന്ധത്തെ നമുക്കറിയാം. ആ വേർപാടിന്റെ രാത്രിയിൽ, ആ ന്യായവിധിയുടെ രാത്രിയിൽ രൂത്ത് അവന്റെ ചിറകടിയിൽ അഭയം കണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളും ഇതുപോലെ ലോകത്തിൽ വലിയൊരു സെപ്പറേഷൻ ദൈവപുത്രൻ തന്നെ ഇടപെട്ട് നടത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ അവന്റെ സന്നിധിയിൽ നമ്മൾ അവിടെ സുരക്ഷിതരായിരിക്കും. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ദുഷ്ടത വർദ്ധിക്കുന്നു. ഈ ദുഷ്ടത ദൈവം കാണുന്നില്ല എന്ന് മനുഷ്യൻ ചിന്തിച്ചേക്കാം. സങ്കീർത്തനം 50 നമ്മൾ വായിക്കുന്നുണ്ട്, നീ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ മൗനമായിരുന്നപ്പോൾ നീ ചിന്തിച്ചു, ഞാൻ നിന്നെ പോലെയുള്ളവനാണ്, എന്നാൽ ഞാൻ നിന്നെ ന്യായം വിധിക്കും, ഇവ നിന്റെ മുമ്പിൽ നിരത്തി വെക്കും. ഒരിക്കലും ദൈവം പാപത്തെ ശിക്ഷിക്കാതെ വിടില്ല. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, വീണ്ടും റോമലേഖനം 2 വായിക്കുന്നുണ്ട്, അവര് ന്യായവിധി ദിവസത്തിലേക്ക് കോപം ചരിച്ചു വെക്കുകയാണ്. നമുക്ക് 2-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. 17-20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാല് അത് ഒരു ദൂതനാണ് ആ ന്യായവിധി നടത്തുന്നത്, മനുഷ്യപുത്രനല്ല. കർത്താവ് അവിടെ ഏർപ്പെടുന്നതായിട്ട് നാം വായിക്കുന്നില്ല. അവന്റെ ചുമതലയിലല്ല അത് നടക്കുന്നത്. എന്നാൽ ഇവിടെ ദൂതന്റെ ചുമതലയിലാണ് അടുത്ത ആ കാര്യം നടക്കുന്നത്. അത് മുന്തിരിവള്ളിയുടെ കൊയ്ത്താണ്. നേരത്തെ ഗോതമ്പിൻ്റെതാണെങ്കിൽ ഇവിടെ മുന്തിരിയുടെ കൊയ്ത്താണ്. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതും ഭാവിയിൽ സംഭവിക്കാനുള്ള ഒരു കാര്യമാണ്. ഇവിടെ നോക്കുക, മനുഷ്യനെ ഒരു ചക്കിൽ വെച്ച് മെതിച്ചിട്ട് ചോര ഒഴുകുന്നത് പോലെ ഒഴുകുന്ന ഒരു സംഭവം സിമ്പിളായിട്ട് ഒരു രൂപകാലങ്കാരത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇത് എന്താണെന്നുള്ളത് ബൈബിള് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിന്റെ ഒരു തെളിവ് നോക്കാം. 18-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കുന്നു. എന്താ കാരണം? ഭൂമിയുടെ മുന്തിരിങ്ങ എന്ന് പറഞ്ഞാൽ അത് കറപ്റ്റഡ് മുന്തിരിങ്ങയാണ്. ഭൂമിയുടെ മുന്തിരിങ്ങ, ദ ഫ്രൂട്ട് ഓഫ് ദിസ് എർത്ത്, ദ വൈൻ ഓഫ് ദിസ് എർത്ത്, അത് ഇറ്റ് ഈസ് ഫിറ്റ് ഫോർ ജഡ്ജ്മെന്റ്, ഇറ്റ് ഈസ് ഫിറ്റ് ഫോർ ഗോഡ്സ് വൈൻ പ്രസ്. ദൈവത്തിന്റെ ന്യായവിധിയുടെ ആ ചക്കില് അത് മെതിക്കുവാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. ന്യായവിധിയുടെ ചക്കിൽ ഭൂമിയുടെ വിളവെന്ന് പറഞ്ഞാൽ ഭൂമി കൊടുക്കുന്നത് ഒരിക്കലും ദൈവത്തിന് മഹത്വമല്ല. ഭൂമി ദൈവത്തിന് കൊടുക്കുന്നത് ദുഷ്ടതയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നതാണ്, ദുഷ്ടലോകത്തെ ന്യായം വിധിക്കുന്ന ഭയങ്കര ഒരു ന്യായവിധി. പഴയ കാലങ്ങളിൽ മുന്തിരി ചക്കിൽ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, മുന്തിരിത്തോട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുന്തിരിങ്ങ അറുത്ത് അതെല്ലാം കൂടെ ഒരിടത്തൊരു ചക്കുണ്ട്. ആ ചക്കിന്റെ ചോട്ടിൽ കൊണ്ടുവന്നിട്ടാണ് അവിടെ ഇട്ടത് മെതിച്ച് അതിന്റെ ചാറ് ഊറ്റിയെടുക്കുന്നത്. അതുപോലെ ഈ ചരിത്രത്തിന്റെ അന്ത്യത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടെ അവരുടെ ദുഷ്ടത വലുതായി തീർന്നു. ലോകം കൊടുത്ത ഫലം ദൈവത്തിന് ദുഷ്ടത നിറഞ്ഞതായിരുന്നു. ലോകത്തിലുള്ള ജനങ്ങളെ മുഴുവൻ, സൈന്യങ്ങളെ മുഴുവൻ ഒരു ചക്കിന്റെ ചോട്ടിൽ കൊണ്ടുവരുന്ന പോലെ അർമഗഡോൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, നഗരത്തിന് പുറത്തു വെച്ച്. 20-ാം വാക്യം, ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിക്കുകയാണ്. നഗരത്തിന് പുറത്തെന്ന് പറയുമ്പോൾ എന്താണ് ഈ നഗരം? കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നഗരത്തിന് പുറത്താണ്, യെരുശലേമിന്റെ പുറത്താണ്. ആ യെരുശലേമിന്റെ പുറത്തുള്ള ആ ഭാഗത്തെക്കുറിച്ച് വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ വാക്യങ്ങൾ പുറകെ നോക്കാം. 16-ാം അധ്യായത്തിൽ വായിക്കുന്നു, ലോക സൈന്യങ്ങളെ അർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ കൂട്ടിച്ചേർക്കുന്നു. മുന്തിരിങ്ങ പറിച്ച് അറുത്ത് ഒരു ചക്കന്റെ ചോട്ടിൽ കൊണ്ടുവരുന്നത് പോലെ വേണമെങ്കിൽ ആ വാക്യം വായിച്ചേക്കാം. 16-ാം അധ്യായത്തിന്റെ ചാപ്റ്റർ 16 വേഴ്സസ് 12 ഓൺവേർഡ്സ്. 12-ാം വാക്യം തുടങ്ങി, 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്ന ഞാൻ കണ്ടു. അവ സർവ്വഭൂതലത്തിലുള്ള രാജാക്കന്മാരെ
ആ പദം ശ്രദ്ധിക്കുക. സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിൽ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കൽ പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ നിന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ഹർമഗദോൻ എവിടെയാണ്? യെരുശലേം പട്ടണത്തിന്റെ 40 മൈൽ വടക്കാണ് ഹർമഗദോൻ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14:20 വായിക്കുന്നു, ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ആരാണ് ഈ മുന്തിരി? ലോകരാഷ്ട്രങ്ങളുടെ സൈന്യങ്ങൾ. നമ്മളിവിടെ വായിക്കുന്നു, സർവ്വഭൂതലത്തിലുമുള്ള സകല രാജാക്കന്മാർ, പൈശാചികന്മാർ കടന്നുപോയി ലോകരാഷ്ട്രങ്ങളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത്, അവസാനത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനുള്ള ബന്ധത്തിൽ ലോകരാഷ്ട്രങ്ങളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് അവരെ മുഴുവൻ ഒരു പ്രത്യേക ചക്കിന്റെ ചുവട്ടിൽ കൂട്ടുകയാണ്. ആ ചക്ക് ഇവിടെ രേഖപ്പെടുത്തി നഗരത്തിന് പുറത്താണ്, യെരുശലേമിന്റെ പുറത്താണ്, 40 മൈൽ വടക്കുള്ള അർമ്മഗഡോൻ. അവിടെ വെച്ച് അത് മെതിക്കുകയാണ്. ഇവിടെ രേഖപ്പെടുത്തി അവിടെ നിന്ന് മെതിച്ചിട്ട്, നമ്മൾ ആരാണിത് മെതിക്കുന്നത്? ആ വാക്യം ശ്രദ്ധേയമായതാണ്. ദൈവം തന്നെ ഏർപ്പെട്ട് അവരെ മെതിക്കുകയാണ്. 19 വാക്യം, ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുലെ അറുത്തു, ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ആ ചക്കിന്റെ പേരാണ് ദൈവകോപത്തിന്റെ വലിയ ചക്ക്. ദൈവം കോപിഷ്ഠനായി ഇടപെടുന്ന ഒരു ദിവസം. യോവേൽ പ്രവചനം 3:12 ദൈവം വായിക്കുന്നു, ലോകരാഷ്ട്രങ്ങളെ ഈ വിധത്തിൽ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ ന്യായവിസ്താരം നടത്താനിരിക്കും. There will I sit to judge all the nations round about. ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെ ഞാൻ ജഡ്ജ് ചെയ്യും. 16:14 വായിച്ചു, സർവ്വഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലേക്ക് യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുന്നു. ആ യുദ്ധം സർവശക്തനായ ദൈവത്തിന്റെ യുദ്ധം, സർവശക്തനായ ദൈവത്തിന്റെ കോപത്തിന്റെ ചക്ക് എന്ന് പറഞ്ഞാൽ, ഈ ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യുദ്ധത്തിനായി കൂടി വരുമ്പോൾ അവ കൂടി വരുന്നത് യെരുശലേമിന്റെ വടക്കുള്ള ഹർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ കൂടി വന്നിട്ട്, അവിടെ ലോകസൈന്യങ്ങൾ മുഴുവൻ കൂടി വരുമ്പോൾ അവരെ അവിടെ ഇട്ട് ദൈവം മെതിക്കുകയാണ്. മുന്തിരി മെതിച്ചിട്ട് അതിന്റെ ചാറൊഴുകുന്നത് പോലെ. നോക്കിയേ, അതെത്ര ഭീകരമായിരിക്കും നോക്കിയേ. 20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ചക്കിൽ നിന്ന് രക്തം കുതിരയുടെ കടിവാളോളം പൊങ്ങി. കുതിരയുടെ കടിവാൾ എന്ന് പറഞ്ഞാല് കുതിരയുടെ താടിയുടെ താഴ്വശമാണ്. ഏകദേശം 4-4.5 അടി കിളരം കാണും. അങ്ങനെ രക്തം ഒഴുകുമോ? 4-4.5 അടി കിളരത്തിൽ പിന്നെ രേഖപ്പെടുത്തി 200 നാഴിക, 200 മൈൽസ്, 200 മൈല് ഒഴുകുകയാണ്. ഇതിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ പഠിച്ചിട്ടുള്ള കർത്താവിന്റെ ദാസന്മാർ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ഈ ഭാഗത്ത് നിന്ന് ഏലാത്ത് പോർട്ട് വരെ, അതായത് ഇസ്രായേലിന്റെ ഒരു പോർട്ടാണ്, ഗൾഫ് ഓഫ് അക്കോബ വരെയുള്ള, അതായത് വാലി ഓഫ് അർമഗഡോന്റെ ഈ ഭാഗം ഇങ്ങനെ സ്ലോപ്പാണ്. ജോർദാന്റെ പ്രദേശം സ്ലോപ്പായിട്ട് കിടക്കുകയാണ്. ഈ വിശാലമായ സ്ഥലം സ്ലോപ്പായിട്ട് ഇങ്ങനെ ഏകദേശം 200 മൈൽ നീളമുണ്ട്. ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ 200 മൈലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ ലോക സൈന്യങ്ങൾ വന്ന് കൂടിയിരിക്കുകയാണ്. ഈ ലോക സൈന്യങ്ങൾ വന്നു കൂടിയിരിക്കുമ്പോൾ അവ അവിടെ മെതിക്കപ്പെട്ടിട്ട് അവരുടെ ചോര ഒഴുകുന്നത് 200 മൈൽ നീളത്തിൽ 4-4.5 അടി കിളരത്തിലാണ്. യോഹന്നാൻ കണ്ടതാണ് രേഖപ്പെടുത്തിയത്. വെളിപ്പാട് 8:8 അവിടെ ഇങ്ങനെ വായിക്കുന്നു, രണ്ടാമത്തെ ദൂതി അപ്പോൾ തീ കലർന്ന വൻമലബലയൊന്ന് സമുദ്രത്തിൽ എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി, കപ്പലുകളിൽ 1/3 ഛേദം വന്നു. രണ്ടാമത്തെ ദൂതൻ ഊതുമ്പോൾ, നമ്മൾ ആ ഭാഗം പഠിച്ചതാണ്, സമുദ്രത്തിൽ 1/3 രക്തമായി തീർന്നു എന്ന് പറഞ്ഞാൽ ലിറ്ററലി അത് രക്തമാകുകയല്ല. സമുദ്രത്തിൽ 1/3 ജീവികൾ, ഈ ജീവികൾ ചത്തപ്പോൾ അവയുടെ ചോര കലർന്ന് ആ സമുദ്രത്തിലേക്ക് യോഹന്നാൻ നോക്കിയപ്പോൾ അത് ചോര നിറമായി മാറിക്കഴിഞ്ഞു. സമുദ്രത്തിൽ 1/3 രക്തനിറമായി, അത് രക്തമായി മാറി. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 200 നാഴിക അല്ല 200 മൈൽ നീളത്തിൽ ആ ചോര ഒഴുകുകയാണ്. നമ്മൾ ഇതോട് ചേർത്ത് ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായം എടുക്കാം. ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തിൽ നടക്കുന്ന ഒരു കാര്യം, അന്ന് അവിടെ ദൈവം മറ്റൊരു കാര്യം ചൊരിയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 38 അധ്യായത്തിന്റെ 22-23, നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയില് ഒരു ഭണ്ഡാരമുണ്ട്, ഒരു സ്റ്റോർ റൂമുണ്ട്. ദൈവം ചോദിക്കുകയാണ്, ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഹിമത്തിന്റെ ഭണ്ഡാരമെന്ന എന്ന് പറഞ്ഞാൽ സ്നോയുടെ വലിയ കല്ലുകൾ സ്വർഗത്തിൽ അല്ലെങ്കിൽ ആകാശത്തിൽ എവിടെയോ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. ദൈവം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി അത് കഷ്ടകാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുക, പീഡന കാലഘട്ടത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുക, പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചിരിക്കുകയാണ്. ലോക സൈന്യങ്ങൾ മുഴുവൻ കടന്നു വരുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ കോപത്തിന്റെ ചക്ക് അവൻ മെതിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു മുന്തിരിയെ ഉടയ്ക്കുന്നത് പോലെ
ആകാശത്ത് നിന്ന് ഇവിടെ രേഖപ്പെടുത്തിയതുപോലെ കൽമഴകൾ, ഹിമത്തിന്റെ കൽമഴകൾ ശക്തമായിട്ട് പെയ്യുമ്പോൾ നമ്മൾ ചോദിക്കട്ടെ, ഒരു കല്ലെടുത്ത് വലിയ ഉയരത്തുന്ന ഒരു മനുഷ്യന്റെ മേൽ വീണാലത്തെ സ്ഥിതി എന്താണ്? ആകാശത്ത് നിന്ന് ഇത്ര വലിയ കൽമഴ പോലെയുള്ള ഹിമത്തിന്റെ കട്ടകൾ വീഴുമ്പോൾ അത് അലിയുകയും ആ കട്ടകളാൽ മനുഷ്യൻ അമർന്നു പോവുകയും ചതയപ്പെടുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ യോഹന്നാൻ കണ്ടതുപോലെ 200 മൈൽ നീളത്തിൽ 4.5 അടി കിളരത്തിൽ ആ ചോര ഒഴുകുന്ന ചിത്രമാണ് യോഹന്നാൻ കാണുന്നത്. യെശയ്യാവ് 30:30 യഹോവ തന്റെ മഹത്വമുള്ള മേഘനാദം കേൾപ്പിക്കുകയും ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിയോടും കൂടെ കൊടുങ്കാറ്റ്, മഴക്കോൾ, കൽമഴ എന്നിവയോട് കൂടെ തന്റെ ഭുജത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്യും. ഇവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം തന്റെ ഭുജത്തിന്റെ അവതരണം, തന്റെ കരത്തിന്റെ ശക്തി കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. ഉഗ്രകോപത്തോടെ അഗ്നിജ്വാല, കൊടുങ്കാറ്റ്, മഴക്കോൾ, കൽമഴ, ദൈവം അതെല്ലാം അയക്കും. അന്ന് തന്റെ ഭുജത്തിന്റെ ശക്തി പ്രകടമാക്കും. ലോകത്തിന്റെ സൈന്യങ്ങൾ മുഴുവൻ ഒന്നിച്ചു വന്നാലും ആ സൈന്യങ്ങൾ മുഴുവൻ ദൈവസന്നിധിയിൽ തന്റെ കരങ്ങൾ, ഇവിടെ നമ്മൾ വായിച്ച പോലെ ആ ഭുജങ്ങളെ അവതരണം ചെയ്യുമ്പോൾ, അത് വെളിപ്പെടുത്തുമ്പോൾ ലോക സൈന്യങ്ങൾ അവിടെ അമർന്നു പോവുകയാണ്. കുതിരകളുടെ സൈന്യങ്ങളൊക്കെ ഉണ്ട്. പറയപ്പെടുന്നത് റഷ്യൻ സോൾജേഴ്സിന് തന്നെ വലിയൊരു നമ്പർ ഹോഴ്സസ് ഉണ്ടെന്നാണ്. ചൈനീസ് ആർമിക്കും ഒക്കെ ഹോഴ്സസ് ഉണ്ട്. മലകളിൽ കയറുവാൻ അവ ട്രെയിൻഡാണ്. ഇന്ത്യയിലെ കാർഗിൽ യുദ്ധം നടക്കുമ്പോഴൊക്കെ കുതിരകളും കഴുതുകളുമാണ് നമ്മുടെ വെപ്പൺസും പട്ടാളത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പലപ്പോഴും എത്തിച്ചു കൊടുത്തത്. ലോക സൈന്യങ്ങൾ അങ്ങനെ മൃഗങ്ങളെയും യുദ്ധത്തിനായിട്ട് സൂക്ഷിക്കുന്നു. ഈ മൃഗങ്ങളും ഈ സൈന്യങ്ങളും എല്ലാം കൂടെ ഈ ദൈവത്തിന്റെ ഭുജത്തിന്റെ അവതരണം നടക്കുമ്പോൾ കൽമഴകളും ഹിമത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് പെയ്യുന്ന ഈ വസ്തുതകളും മനുഷ്യനെ ചതച്ചരയ്ക്കുമ്പോൾ അക്ഷരികമായി ഇവിടെ യോഹന്നാൻ കണ്ടതുപോലെ വലിയ ചോരപ്പുഴ 200 മൈൽ നീളത്തിൽ ഒഴുകും. എത്ര ഭയങ്കരം ആയ ഒരു ന്യായവിധിയായിരിക്കും കർത്താവ് നടത്തുന്നതെന്നുള്ളത് ഓർക്കുക. അങ്ങനെ 2 വിധമായ കാര്യങ്ങളെ ഇവിടെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, കാലത്തിന്റെ അന്ത്യത്തിൽ വീണ്ടും അവനൊരു സെപ്പറേഷൻ നടത്തും. മറ്റൊന്ന്, നമ്മളിവിടെ വായിച്ച പോലെ കർത്താവിന്റെ ന്യായവിധിയുടെ ഭയങ്കരത്വം, ലോക സൈന്യങ്ങളെ അവന് ശിക്ഷിക്കുന്ന ശിക്ഷ. ഇനി നമുക്ക് 15-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. 15-ാം അധ്യായം ഒരു ചെറിയ അധ്യായമാണ്, എന്നാൽ അത് വളരെ ചിന്തനീയമായ ഒരു അധ്യായം കൂടെയാണ്. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ അതോടുകൂടെ ദൈവക്രോധം തീർന്നു. 15ഉം 16ഉം അധ്യായങ്ങൾ ഒന്നിച്ചു പോകുന്നതാണ്. 15-ാം അധ്യായം, 16-ാം അധ്യായം. വാസ്തവത്തിൽ 16-ാം അധ്യായത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് ഈ 15-ാം അധ്യായം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതായത് 3 സീരീസ് ഓഫ് ജഡ്ജ്മെന്റ്സ് ആണ്, ന്യായവിധിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തിയത്. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 8-ാം അധ്യായത്തിന്റെ 1 വരെ 7 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ ഉള്ള ന്യായവിധി. 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 11-ാം അധ്യായത്തിന്റെ 19 വരെ 7 കാഹളങ്ങൾ ഊതിയപ്പോൾ ഉള്ള ന്യായവിധി. അങ്ങനെ 2 സീരീസ് ഓഫ് ജഡ്ജ്മെന്റ്. 3-ാമത്തെ സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ 1-ാം വാക്യം തുടങ്ങി 16-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വരെ, അവസാനത്തെ വാക്യം വരെ 3-ാമത്തെ സീരീസ് ഓഫ് ജഡ്ജ്മെന്റ്. അത് ദൈവക്രോധത്തിന്റെ കലശങ്ങളാണ്. എന്നാൽ ഇവിടെ യോഹന്നാൻ വെളിപ്പെടുത്തി വലിയൊരു അടയാളമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ആൻഡ് മാർവലസ്. അതർവൈസ് മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഫിനോമിന. താൻ അതുവരെ കണ്ടിട്ടില്ലാത്തതെന്ന് വ്യത്യസ്തമായ ഒരു വലിയ അടയാളം പോലെ ഇതിനെ കാണുന്നു. എന്താണ് അവിടെ യോഹന്നാൻ കാണുന്നത്? യോഹന്നാൻ പോലും പറയുന്നു വലുതും ഭയങ്കരവുമായ ഒന്ന്. ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതൊക്കെ വലുതും ഭയങ്കരവുമാണ്. എന്നാൽ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണിതെന്ന് യോഹന്നാൻ തന്നെ പറയുന്നു. ഇത് വലുതും ഭയങ്കരവുമാണ്. ഇവിടെ നമ്മൾ വായിച്ച പോലെ ഒടുക്കത്തെ 7 ബാധ, അവസാനത്തെ ന്യായവിധി. 7 ദൂതന്മാർ നിൽക്കുന്നു. ഇതോടുകൂടെ ദൈവക്രോധം തീരുകയാണ്. അപ്പോൾ ഈ ഒടുക്കത്തെ 7 ബാധ മുമ്പ് സംഭവിച്ചതിനെക്കാട്ടിൽ ഭയാനകമായതുകൊണ്ടും പ്രത്യേകതയുള്ളത് കൊണ്ടുമാണ് യോഹന്നാൻ പറയുന്നത് സ്വർഗത്തിൽ കണ്ട മറ്റൊരു വലുതും അത്ഭുതവുമായ സംഭവം. 7 ദൂതന്മാർ അവിടെ നിൽക്കുകയാണ് ദൈവക്രോധവുമായിട്ട്. നമുക്ക് 2 തൊട്ട് 4 വരെയുള്ള വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആ ഭാഗത്തിലേക്ക് പോകാം. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും, മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്ന ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായുള്ളവ. സർവ ജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യമുള്ളവ. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. 5 വായിച്ചാൽ ഇതിന്റെ ശേഷം സ്വർഗത്തിൽ സാക്ഷികൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ച്
മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികൾ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധയേടും കഴിയുവോളും ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി യോഹന്നാൻ വലുതും അത്ഭുതവുമായി കണ്ടത് 7 ദൂതന്മാർ ദൈവാലയത്തിൽ നിന്ന് പുറത്തു വരികയാണ്. അവരുടെ കയ്യിലിരിക്കുന്നത് ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻപാത്രമാണ്. ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ് ഫിൽഡ് അപ്പ് ദ റാത്ത് ഓഫ് ഗോഡ്. ദൈവകോപം നിറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷിലൂടെ വായിച്ചിരിക്കുന്നത് റാത്ത് എന്നും മലയാളത്തിൽ ക്രോധമെന്നുമാണ് ശരിയായിട്ടുള്ള ഭാഷയാണ്. കോപവും ക്രോധവും രണ്ടാണ്. എനിക്ക് കോപമുണ്ടെന്ന് പറയുന്നതും എനിക്ക് ക്രോധമുണ്ടെന്ന് പറയുന്നതും രണ്ടാണ്. ദൈവം മനുഷ്യനോട് ദയ കാണിക്കുന്നു, മനുഷ്യനോട് കരുണ കാണിക്കുന്നു, മനുഷ്യനോട് ദീർഘമായി ക്ഷമിക്കുന്നു. മനുഷ്യൻ മാനസാന്തരപ്പെടുവാൻ കൊതിച്ചുകൊണ്ട് അവനെ ശിക്ഷിക്കാതെ ന്യായം വിധിക്കാതെ അവനോട് കരുണ കാണിക്കുന്നു. എന്താ കാരണമെന്നറിയാമോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ ദൈവത്തിനറിയാം അവനും നിത്യനരകത്തിനും മധ്യത്തിൽ അവനെ താങ്ങുവാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഒരു പാപി പോലും നശിച്ചു പോകാതെ ജീവനുള്ള ദൈവത്തിന്റെ കരം അവനെ താങ്ങുകയാണ്. ദൈവത്തിന്റെ ആ താങ്ങുന്ന കരം പിൻവലിച്ചാൽ അവൻ വീഴുന്നത് നിത്യനരകത്തിലോട്ട്. അവൻ വീണുപോകാതെ നശിച്ചു പോകാതെ അപകടങ്ങൾ അനർത്ഥങ്ങൾ അവന്റെ നേരെ വന്നു. പക്ഷെ ദൈവം അവിടെയൊക്കെ അവനെ താങ്ങി നിർത്തിയത് ഒരു പാപിയാണെങ്കിൽ പോലും അവൻ നശിച്ചു പോയാൽ നിത്യനരകം അവൻ പോകും. അത് സംഭവിക്കാതിരിപ്പാൻ അവനെ താങ്ങുകയാണ്. അവിടെയെല്ലാം ദൈവം ദീർഘമായി ക്ഷമിക്കുന്നു. എന്നാൽ ദീർഘമായി ദൈവം ക്ഷമിക്കുമ്പോൾ ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അവൻ മാനസാന്തരപ്പെടണം. പാപത്തിന്റെ വഴികളെ വിട്ട് അവൻ രക്ഷിക്കപ്പെട്ടത് ഒരു ദൈവത്തിനായി മാറണം. അവൻ അതിന് മനസ്സില്ലെങ്കിൽ മറ്റൊരു കാര്യം സംഭവിക്കും. ദൈവം കുറേശ്ശെ കോപം സംഗ്രഹിച്ചു വെക്കും. അവനോടുള്ള കോപം വാസ്തവത്തിൽ പാപത്തോടുള്ള കോപം അതിങ്ങനെ സംഗ്രഹിച്ച് വെച്ചിട്ട് ഒരിക്കലത് പൊട്ടി ഒഴുകുന്ന സംഭവമാണ് ക്രോധമായിട്ട് പുറത്തു വരുന്നത്. അത് പൊട്ടി ഒഴുകുകയാണ്. നമുക്ക് നഹൂം പ്രവചനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. നഹൂം പ്രവചനം പഴയ നിയമത്തിൽ എനിക്ക് തോന്നുന്നു 881-ാമത്തെ പേജാണ്, 881. നഹൂം പ്രവചനം 1-ന്റെ 2-ാം വാക്യം നോക്കിയേ. ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ദൈവം പെട്ടെന്ന് കോപിക്കുന്നില്ല. ദൈവം ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയാതെ അവനോട് ദീർഘമായി ക്ഷമിക്കുമ്പോൾ അവൻ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുന്നു. ഇനി 6-ാം വാക്യം അവൻ സംഗ്രഹിച്ചു വെക്കുന്നു. അവന്റെ ക്രോധത്തിന് മുമ്പിൽ ആർ നിൽക്കും, അവന്റെ ഉഗ്രകോപത്തിങ്കൽ ആർ നിവർന്നു നിൽക്കും. അവന്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു, പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. ദൈവം കോപം സംഗ്രഹിച്ചു വെക്കുന്നു. ആ സംഗ്രഹിച്ചു വെച്ചത് പൊട്ടി ഒഴുകുന്നു. അവന്റെ ക്രോധ ദിവസം ആര് അവിടെ നിൽക്കും? ആർക്കും നിൽപ്പാൻ കഴിയില്ല. 90-ാം സങ്കീർത്തനം 11-ാം വാക്യം. മോശയ്ക്ക് ഇത് അറിയാം. മോശ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ അത് എടുത്തു പറയുന്നു. മനുഷ്യൻ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ എത്രയോ വിവരമുള്ളവനായി മാറിയേനെ. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ. നോക്കി, അവിടെ അത് എടുത്തു പറഞ്ഞു. നിന്റെ കോപത്തിന്റെ ശക്തി, നിന്റെ ക്രോധം, ഇത് ഗ്രഹിക്കുന്നവൻ ആരാണെന്ന് മോശ ചോദിക്കുകയാണ്. നമ്മൾ ഓർത്തതുപോലെ ദൈവത്തിന്റെ ക്രോധം, ചരിതിച്ചു വെച്ച കോപം പൊട്ടിയൊഴുകുന്ന ഒരു ദിവസം. ഇവിടെ നമ്മൾ വായിച്ചതാണ് ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ പൊൻപാനപാത്രം. ഇത് നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു കാര്യം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ എഫേസ്യർ 2:3 രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ മുമ്പേ പ്രകൃതിയാൽ നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ വി വെർ ചിൽഡ്രൻ ഓഫ് റാത്ത് എന്ന്. നാം ക്രോധത്തിന്റെ മക്കളായിരുന്നു. കാരണം പാപത്തെ സ്നേഹിച്ച് നടന്നപ്പോൾ, വാസ്തവത്തിൽ പാപത്തെ സ്നേഹിച്ച് പാപിയായി നമ്മൾ ജീവിച്ചപ്പോൾ നമ്മൾ ആരായിരുന്നു? വി വെർ ചിൽഡ്രൻ ഓഫ് റാത്ത്. ദൈവക്രോധത്തിന്റെ മക്കളായിരുന്നു. ആ ക്രോധം ഛർദിക്കുകയായിരുന്നു. റോമാലേഖനത്തിൽ 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ചിന്തിച്ചു. വെസൽസ് ഓഫ് റാത്ത്, അതായത് ക്രോധം വെളിപ്പെടുത്തുന്ന പാത്രങ്ങൾ, കരുണപാത്രങ്ങളാണ് നമ്മള്. ദൈവത്തിന്റെ കോപപാത്രങ്ങൾ, അവന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസം അത് വെളിപ്പെടും. ആ വാക്യം കൊണ്ടൊന്നും വായിക്കാതെ വിട്ടാൽ ശരിയല്ല. റോമലേഖനം 2-ന്റെ 5-ാമത്തെ വാക്യം, റോമൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 5. റോമൻസ് ചാപ്റ്റർ 2 റോമലേഖനം 2-ന്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കും. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ഛർദിച്ചു വെക്കുന്നു. അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. താഴോട്ട് വായിക്കുമ്പോൾ 8-ാം വാക്യം, ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാത്തവർക്ക്, അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. കോപ ദിവസത്തേക്ക് കോപം ഛർദിച്ചു വെച്ച് ന്യായവിധി ദിവസത്തിൽ ദൈവം അവർക്ക് ക്രോധവും കോപവും കൊടുക്കും. അവള് അവനവനത് ഛർദിച്ചു നോക്കിയാണ്. എന്തുകൊണ്ടാ? അനുതാപമില്ലാത്ത ഹൃദയം, കാഠിന്യത്താൽ, മനസ്സിന്റെ കാഠിന്യം. ദൈവിക സത്യങ്ങൾ കേട്ടിട്ടും രക്ഷയെക്കുറിച്ച് കേട്ടിട്ടും മനസ്സ് കഠിനപ്പെടുത്തുന്ന മനുഷ്യന് വേണ്ടി
ദൈവം പറയുന്നു, ദൈവം അത് സൂക്ഷിച്ചു വെക്കുകയാണ്. അവസാനം ന്യായവിധി ദിവസത്തിൽ ദൈവം അത് വെളിപ്പെടുത്തും. ഇവിടെ നമ്മൾ വായിക്കുന്നു, കാലം, അതായത് പീഡനകാലവും അതിന്റെ അന്ത്യത്തിൽ വന്നു. കാലത്തിൽ ഇത്രയും നാൾ ദൈവം മനുഷ്യനോട് ക്ഷമിച്ച് ദയ കാണിച്ച് മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്ത് അവൻ മാനസാന്തരപ്പെടാതിരുന്നു. ദൈവക്രോധം അവന്റെ പാത്രത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 7 ദൂതന്മാർ, അവരെക്കുറിച്ച് യോഹന്നാൻ പറയുന്നു, വലുതും അത്ഭുതവുമായ അടയാളമാണ്. ഗ്രേറ്റ് ആൻഡ് മാർവലസ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമാണ്, ഇന്ന് വരെ നടന്നതിൽ നിന്ന് അത് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയത് ക്രോധകലം നിറഞ്ഞ 7 പൊൻകലശം. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ബവൽസ്, വയൽസ് എന്ന 7 കലശം. കലശം എന്ന് പറയുമ്പോൾ ആ പാത്രത്തിന് പ്രത്യേകതയുണ്ട്. കലശത്തിന്റെ വളരെ വിസ്താരമുള്ളതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് കൂജയുടെ വായ ഇങ്ങനെ ഒതുങ്ങിയത്. കലശം എന്ന് പറയുമ്പോൾ, വയൽ അല്ലെങ്കിൽ ബൗൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കഞ്ഞൂടിച്ചട്ടി പോലെ അല്ലെങ്കിൽ കുളൂമിഞ്ഞാണം പോലെ വായ ഇങ്ങനെ വിസ്താരമായ പാത്രം. ആ പാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കൂജ പോലെയുള്ള പാത്രത്തിൽ ഈ ക്രോധം നിറയ്ക്കാതിരുന്നത്? ദൈവം വയൽസിൽ എന്തിനാണ് അത് നിറച്ചത്? ഒരു സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ഇതാരുടെ കോപമാണ്? ദൈവത്തിന്റെ കോപമാണ്. ഒരു കൂജയിൽ നിന്ന് അത് ഒഴിക്കുകയായിരുന്നെങ്കിൽ അത് കുറേശ്ശെ വീഴുകയുള്ളൂ, അല്പം കൂടെ സമയമെടുക്കും അത് വീണ് തീരാൻ. എന്നാൽ ഒരു വയൽ അല്ലെങ്കിൽ ബൗളിൽ നിന്ന് വിസ്താരമായ പാത്രത്തിൽ നിന്ന് ഒഴിക്കുകയാണെങ്കിൽ ഒറ്റ കപത്തിന് അത് താഴോട്ട് പോകും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 24 21 തൊട്ട് 22 വരെയുള്ള വാക്യത്തിൽ ദൈവം ഈ വിധത്തിൽ മനുഷ്യനോട് ഇടപെടുന്ന നാളിനെ കുറിച്ച് യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടില്ല, അല്ലെങ്കിൽ ജീവനോടെ കാണില്ല. ഒരു ജഡവും രക്ഷിക്കപ്പെടില്ല, ജീവനോടെ കാണില്ല. അതുകൊണ്ട് വൃതന്മാർ നിമിത്തം, ബിക്കോസ് ഓഫ് ദ എലക്ട്, ദോസ് ഡേയ്സ് ഷാൽ ബി ഷോർട്ടൻ. ദൈവം തെരഞ്ഞെടുത്തവർ മൂലം ആ ദിവസങ്ങൾ ചുരുക്കും. പീഡന കാലഘട്ടം 7 വർഷമാണെങ്കിലും 7 വർഷത്തിന്റെ ഏറ്റവും അവസാനത്തിൽ കൊണ്ടുവന്നാണ് ഈ ക്രോധകലശങ്ങൾ ഒഴിക്കുന്നത്. കാരണം ഈ പീഡനകാലത്തിൽ 7 വർഷവും ദൈവത്തിന്റെ ക്രോധം ഈ വിധത്തിൽ പകർന്നുകൊണ്ടിരുന്നെങ്കിൽ ഒരു മനുഷ്യനും, അല്ലെങ്കിൽ ആ ടൈം അല്പം കൂടെ നീണ്ടുപോയിരുന്നെങ്കിൽ ഒരു മനുഷ്യനും ജീവനോടെ ഭൂമിയിൽ കാണത്തില്ല. അതുകൊണ്ട് പീഡന കാലഘട്ടത്തിന്റെ അവസാനം, ആദ്യം മുദ്ര പൊട്ടിച്ചപ്പോഴുള്ള ന്യായവിധി മാനസാന്തരപ്പെടുവാൻ നോക്കി, വീണ്ടും കാഹളമൂതുമ്പോഴുള്ള ന്യായവിധി മാനസാന്തരപ്പെടുവാൻ നോക്കി, ഇല്ല. അതിന്റെ ശേഷമായപ്പോഴത്തേക്ക്, പീഡനകാലത്തിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ കലശങ്ങൾ, ഈ ക്രോധകലശം നിറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നിറഞ്ഞപ്പോഴും ദൈവം അത് പെട്ടെന്നൊഴിക്കുകയാണ്. അതിന്റെ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അത് ഒഴിച്ചു തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് ഒഴിച്ചു തീർക്കും. 16:17 വരുമ്പോൾ, 16:17 വരും. 16-ാം അധ്യായത്തിന്റെ 12 തൊട്ട് വായിച്ചാൽ, 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു കഴിഞ്ഞു. അതിന്റെ 16:17 വായിക്കുന്നു, സംഭവിച്ചു തീർന്നു. ഇറ്റ് ഈസ് ഡൺ. അത് തീർന്നു. ദൈവം ഇത് ഒഴിക്കാൻ തുടങ്ങി, പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു തീർക്കുകയാണ്. കാരണം ആ നാളുകൾ ചുരുക്കുവാൻ വേണ്ടി ദൈവം അത് ഒഴിക്കുകയാണ്. ദൈവം നമ്മളിവിടെ ശ്രദ്ധിച്ച കാര്യത്തിൽ നിന്ന് ഒരു കാര്യം അറിയാം, ഗോഡ് വിൽ ഇന്റർവീൻ ഇൻ മാൻസ് ഹിസ്റ്ററി ഈവൻ ദോ ഈസ് കീപ്പിംഗ് ക്വൈറ്റ് ഓൺലി. 2 പത്രോസ് 3:4 ഇതോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാനായിട്ടിടയായ ഒരു കാര്യമാണ്. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിലിരുന്നത് പോലെ തന്നെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും എന്ന് വിശേഷം അറിഞ്ഞുകൊള്ളുക. ഇതെല്ലാം ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ദൈവം അങ്ങനൊന്നും ഇടപെടാൻ പോകുന്നില്ല. പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിലിരുന്നു. മനുഷ്യന്റെ ഉൽപ്പത്തി തുടങ്ങി തന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പോവുകയാണ്. ഇതൊന്നും വ്യത്യാസം വരില്ല എന്ന്, അല്ലെങ്കിൽ ദൈവം അങ്ങനൊന്നും ന്യായം വിധിക്കുകയില്ല എന്ന് പറയുന്ന പരിഹാസികൾ പരിഹാസത്തോട് ഏർപ്പെടും, വരും എന്ന് വിശേഷാൽ അറിയണം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങനെ ഒരു വിശ്വാസമില്ല. ദൈവം പാപത്തെ ശിക്ഷിക്കുമെന്നോ ദൈവം ചരിത്രത്തിൽ ഇന്റർവീൻ ചെയ്യുമെന്നോ ഉള്ള വിശ്വാസം മനുഷ്യ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടതുപോലെ ഒരു കാലഘട്ടം ദൈവം ഇടപെടുമ്പോൾ അത് ഭയങ്കരമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു ചിത്രം, 15:2 തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്ന്, എ സീ ഓഫ് ഗ്ലാസ് മിങ്കിൾഡ് വിത്ത് ഫയർ. ആ പളുങ്ക് കടലിനെ കുറിച്ച് 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കി, ചാപ്റ്റർ 4:6. അന്നത് പറഞ്ഞപ്പോൾ എങ്ങനെയാ പറഞ്ഞത്? ചാപ്റ്റർ 4:6, സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, ക്ലിയർ ക്രിസ്റ്റൽ ഗ്ലാസ് പോലെയുള്ള സീ എന്ന് പറഞ്ഞാൽ യാതൊരു മാലിന്യതയുമില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നു. എന്നാൽ ഇപ്പോൾ അത് തീ കലർന്നിരിക്കുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുന്നിൽ വളരെ ക്ലിയർ ക്രിസ്റ്റലായിട്ടിരുന്ന ആ സമുദ്രം തീ കലർന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് ചുവന്നിരിക്കുന്നു. യോഹന്നാൻ നോക്കിയപ്പോൾ ചുവന്നിരിക്കുകയാണ്. എന്താ അതിന്റെ കാരണം? ഈ സമയമായപ്പോഴത്തേക്ക് ദൈവസിംഹാസനത്തിന് മുന്നിൽ അവിടെ നിൽക്കുന്നവരെ കുറിച്ച് നമുക്കൊരു പഠനം നടത്താനായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പീഡന കാലഘട്ടത്തിലൂടെ കടന്നു വന്ന, അഗ്നിശോധനയിലൂടെ കടന്നു വന്നവര് ഇവിടെ വായിക്കുന്നുണ്ട്.
2-ാം വാക്യത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്ന കണ്ടു. അപ്പോള് അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് അറുക്കപ്പെട്ട ആത്മാക്കള് വലിയൊരു സമൂഹം 1,44,000 പേര് സിയോൻ മലയിൽ നിൽക്കുന്ന നമ്മൾ നേരത്തെ കണ്ടു. എന്നാൽ അവരെ കുറിച്ച് വായിക്കുന്നുണ്ട്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവരും പോകുന്നു, അവരും ഈ പളുങ്കുകടലിന്റെ തീരത്തുണ്ടെന്നുള്ളതിന് തർക്കമില്ല. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ പോകുന്നു. 2, ഈ അന്തിക്രിസ്തുവിന്റെ ബിംബത്തെ നമസ്കരിക്കാതെ മുദ്രയേൽക്കാതെ മരിച്ചുപോയ വലിയൊരു സമൂഹം അവർ ഈ പളുങ്കുകടലിന്റെ അരികിൽ നിൽക്കുന്നു. ഇവർ ഇവിടെ നിന്നുകൊണ്ട് പാടുകയാണ്, വീണയെടുത്തുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ഈ പാട്ട് എപ്പോഴാണെന്നൊരു സംശയമുണ്ട്. ഇങ്ങനെ മരിച്ചുപോയ ആത്മാക്കളാണ് പാടുന്നതെങ്കിൽ മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഇന്നും ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് വരും. നമുക്ക് ഇതൊന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തോടൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പം വായിച്ച ആ ഭാഗം ചാപ്റ്റർ 20 വേഴ്സ് 4-6. ചാപ്റ്റർ 20 വേഴ്സ് 4-6. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരുടെയും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരെയും അവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ചു, 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മൃഗത്തിന്റെ പ്രതിമ നമസ്കരിക്കാതെ നെറ്റിയിൽ മുദ്ര കൈക്കൊള്ളാതെ മരിച്ചുപോയവർ ജീവിച്ച് 1000 ആണ്ട് കർത്താവിനോടുകൂടെ വാഴുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു 2-ാം വാക്യത്തിൽ പേരിന്റെ സംഖ്യയോട് ജയിച്ചവർ. ഇത് അഭിപ്രായം ദൈവദാസന്മാർ രേഖപ്പെടുത്തുന്നത് ഈ ജനങ്ങള് പുനരുദ്ധാന ശേഷമേ ആ പാട്ടുകൾ അവർക്ക് പാടാൻ സാധിക്കുന്നുള്ളൂ എന്നൊരു ചിന്ത പറയുന്നുണ്ട്. ഏതായാലും തർക്കവിഷയമാണ്, അവിടെ വിടുന്നു. ന്യായമായി അതാണ് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, ഇവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പാടും. വീണകൾ പിടിച്ചുകൊണ്ട് പാടാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഒരു ചിന്തയുണ്ട്. വചനത്തിൽ വീണകൾ പിടിച്ചുകൊണ്ട് പാടുന്നതൊക്കെ കാണുന്നുണ്ടെന്നാൽ ആരാധനയുള്ള ബന്ധത്തിൽ ഭക്തി നിർഭരമായ സന്ദർഭത്തിൽ അത് ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. അതിന്റെ തെളിവുകള് വചനത്തിൽ നിന്ന് നമുക്ക് പിന്നീട് നോക്കാം. എന്നാൽ ഇത് ഉപയോഗിച്ച് പാടുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് നാളെ അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അവർ പാടിയത്, ഇവിടെ 3-ാം വാക്യം നോക്കിയാട്ടെ, അവർ പാടിയത് എന്താണെന്നുള്ളത് നോക്കിയാട്ടെ. അവർ ദൈവത്തിന്റെയും ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടിച്ചൊല്ലി. മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടിച്ചൊല്ലി. മോശയുടെ പാട്ട് പുറപ്പാട് 15-ലും ആവർത്തനം 32-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് 12-ൽ ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടൽ കടന്നപ്പോൾ അവർ പാടിയ പാട്ട്. ആവർത്തനം 32-ൽ മരുഭൂമിയിലൂടെ നടന്ന് കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പാടുന്ന പാട്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷയുടെ ആരംഭത്തിലും അവർക്ക് വാഗ്ദത്തം ചെയ്ത് കനാനിൽ ചെന്നപ്പോഴും അവർ പാടുന്ന പാട്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ ഈ പാട്ട് രണ്ടും പാടണമെങ്കിൽ, കുഞ്ഞാടിന്റെ പാടിനോട് ചേർത്ത് പാടണമെങ്കിൽ, അവർക്ക് നൽകിയ രക്ഷയെക്കുറിച്ചും രക്ഷിക്കപ്പെട്ടവരെ നടത്തി കുഞ്ഞാട് ആ തീരത്തെത്തിച്ചതിന്റെ മനോഹരമായ ഓർമ്മകളോടുകൂടെ അവർ പാടുകയാണ്. അവർ പാടുന്നത് താഴോട്ട് വായിച്ചാൽ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സാണ്, ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളാണ്. അവനെ പ്രകീർത്തിക്കുമ്പോൾ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, അവിടെ വളരെ വിശദമായിട്ട് പലതും ചിന്തിക്കാൻ സാധിക്കും. 4-ാം വാക്യത്തിന്റെ അവസാനം, സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. സകല ജാതികളും വന്ന് നമസ്കരിക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. സകല ജാതികളും വന്ന് അവനെ ഭയപ്പെടുന്നു, അവനെ നമസ്കരിക്കുന്നു. ആ ഭാഗം നടക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ്. നിന്റെ ന്യായവിധികൾ സത്യമാണ്, വിശുദ്ധിയുള്ളതാണ്. ദൈവത്തെ നമസ്കരിക്കുന്ന, ആരാധിക്കുന്ന സബ്ജക്ട്സ് പോലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതും ആരാധന എന്നുള്ളത് എങ്ങനെയെന്നുള്ളതിന്റെ ഒരു വർണ്ണന നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ലെങ്കിലും മറ്റൊരു കാര്യം എന്നെ ചിന്തിപ്പിക്കുകയുണ്ടായി. ദൈവാലയം, സ്വർഗത്തിൽ ദൈവാലയം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നോക്കിയേ, ദൈവാലയം തുറന്നു. 8-ാം വാക്യത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായി ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധയിൽ കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്വർഗത്തിലെ ദേവാലയം എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ഭാഗമല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗീയ ദേവാലയത്തിന്റെ നിഴലായിരുന്നു ഈ ഭൂമിയിൽ പണിത സമാഗമന കൂടാരവും ദേവാലയമൊക്കെ. അവർ സ്വർഗത്തിന്റെ നിഴൽ ദൃഷ്ടാന്തവുമായി ശുശ്രൂഷിക്കുന്നു. നമ്മൾ സമാഗമന കൂടാരം പഠിച്ചുകൊണ്ട് ആ ഭാഗം ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു പദപ്രയോഗമുണ്ട്. ഈ 7 ബാധയും ഒഴിച്ചു കഴിയുമ്പോഴും അവിടെ ആർക്കും കടപ്പാനായിട്ട് സാധിക്കുന്നില്ല. പുക കൊണ്ട് അവിടെ നിറഞ്ഞു, ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയുകയാണ്. സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങിയപ്പോൾ പർവ്വതം തേജസ് കൊണ്ട് നിറഞ്ഞു. സമാഗമന കൂടാരം പണിത് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് കടക്കുവാൻ കഴിയുന്നില്ല, തേജസ് കൊണ്ട് നിറഞ്ഞു. ശലോമോന്റെ ദേവാലയം പണിത് ഡെഡിക്കേഷന്റെ സമയത്ത് ആർക്കും പ്രവേശിപ്പാൻ കഴിയാതവണ്ണം തേജസ് കൊണ്ട് അത് നിറഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുന്നു, ന്യായവിധിയുടെ ദിവസത്തിൽ ദൈവാലയത്തിൽ ആർക്കും കടപ്പാൻ കഴിയുന്നില്ല. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ അന്ന് അവന്റെ കാതുകൾ ഒരു പ്രാർത്ഥനയ്ക്കും തുറന്നു കൊടുക്കില്ല. അന്ന് അവരുടെ കരച്ചിൽ, യാതൊരു കരച്ചിലും അവൻ കേൾക്കത്തില്ല. മനുഷ്യനെന്ന് ഉറക്കെ അലറിക്കരയുന്ന ദിവസങ്ങളാണ്. 1-2 ഭാഗങ്ങൾ വേണേ നോക്കാം. സദൃശ്യവാക്യം 1-ാം അധ്യായം
ഇന്ന് അവന്റെ കാതുകൾ തുറന്നിരിക്കുകയാണ്. ഇന്ന് അവനെ നോക്കി വിളിക്കുന്ന, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് മനുഷ്യനും രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. എന്നാൽ അവന്റെ ന്യായവിധികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കരച്ചില് കേൾക്കുന്നില്ല. ദേവാലയത്തിൽ ആർക്കും കടക്കുവാനോ ആർക്കും മധ്യസ്ഥ ചെയ്യുവാനോ ഒന്നും കേൾപ്പാനോ സ്വർഗത്തിൽ സാധിക്കുന്നില്ല. സദൃശവാക്യം 1-ാം അധ്യായത്തിലെ 24-ാം വാക്യം, ഞാൻ വിളിച്ചിട്ട് നീ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനോട് നിരപ്പ് പ്രാപിപ്പാൻ കൈനീട്ടി പിടിച്ചുകൊണ്ട് അവനെ ആഹ്വാനം ചെയ്യുമ്പോൾ അവൻ ശ്രദ്ധിക്കാതിരിക്കുന്നു. 25-ാം വാക്യം, നിങ്ങൾ എന്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളഞ്ഞു, എന്റെ ശാസനയൊട്ടും അനുസരിക്കാഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനർത്ഥത്തിൽ ചിരിക്കും, നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. അതിന്റെ 28-ാം വാക്യം, അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയില്ല. ഇന്ന് മനുഷ്യനെ ദൈവം വിളിക്കുമ്പോൾ അവന് ദൈവസന്നിധിയിൽ വരുവാൻ മനസ്സില്ലെങ്കിൽ, ഒരിക്കൽ ദൈവം അവന്റെ വിളി കേൾക്കാതെ വണ്ണം ചെവി അടയ്ക്കുമ്പോൾ ഇവിടെ വായിക്കുന്ന, അവൻ അന്ന് വിളിക്കും, ഞാൻ കേൾക്കത്തില്ല. 33-ാം വാക്യം, എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയമായി വസിക്കും, ദോഷഭയം കൂടാതെ സ്വൈരമായി. ഇന്ന് ദൈവത്തെ അനുസരിക്കുന്ന, ദൈവസന്നിധിയിലേക്ക് വരുന്ന മനുഷ്യൻ നിർഭയമായി വസിക്കും. ഇതോട് ചേർത്ത് എസെക്കിയേൽ 8:18 കൂടെ വായിക്കാം. എസെക്കിയേൽ 8:18, എസെക്കിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും, എന്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിക്കും, ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്നരുളി ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നീതിമാനാണ്, ദയാലുവാണ്, ദീർഘക്ഷമയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ആരും നശിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവം. അതുകൊണ്ടാണ് മനുഷ്യനോട് ദൈവം ദീർഘമായി ക്ഷമിക്കുന്നത്. തന്റെ പുത്രനെ അയച്ച ക്രൂശിൽ തകർത്ത് രക്ഷയൊരുക്കി ലോകത്തിൽ മനുഷ്യനോട് തന്നോട് നിരക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും ദൈവകരുണയെ തിരസ്കരിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ ന്യായവിധി ദിവസത്തിൽ ക്രോധം ചരതിച്ചു വെക്കുകയാണ്. ദൈവം തന്റെ ക്രോധം ചൊരിഞ്ഞു കഴിയുമ്പോൾ അന്ന് മനുഷ്യൻ ഉറക്കെ കരഞ്ഞാലും ദൈവം ചെവി തുറന്നു കൊടുക്കില്ല. ദേവാലയത്തിൽ ആർക്കും കടക്കുവാൻ കഴിയാതെ ആ ക്രോധകലശം ഒഴിച്ചു തീരുവോളും പുക കൊണ്ട് ദൈവാലയം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് സന്ധ്യയിലെ ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്കും രക്ഷിക്കപ്പെട്ടവരാണ്. ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ രക്ഷിക്കപ്പെടാതെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. കാൽവറി ക്രൂശിൽ അവൻ വില കൊടുത്ത് മനുഷ്യനെ സൗജന്യമായി തന്നിട്ട് എന്റെ അടുക്കൽ വന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്യുമ്പോൾ അതിനെ തിരസ്കരിച്ചുകൊണ്ട് ദൈവം ഇടപെടില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ പെട്ടെന്ന് സംഭവിക്കും. അന്ന് തെറ്റിയൊഴിയുവാൻ കഴിയില്ല. അന്ന് ഉറക്കെ കരഞ്ഞാലും അവൻ കേൾക്കില്ല. ഇന്ന് തിരുവനന്തപുരത്തിൽ വായിക്കുന്നത്, ഇന്ന് രക്ഷാ ദിവസം, ഇന്ന് സുപ്രസാദക്കാർ. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെട്ടെ.